ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിക്കാം. ആദ്യമായി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതായത് ഏകദേശം ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. ഏകദേശം ഈ രീതിയിലായിരിക്കണം. അതിനുശേഷം ഇത് ചെറിയ ഉള്ളിയും പച്ചമുളക്, ഒരു 6 പച്ചമുളകും ഒരു 10 ചെറിയ ഉള്ളിയും ചതച്ചതാണ്. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ സൈസ് സവോള ആയാലും മതി. പിന്നെ ഒരു ഇടത്തരം തക്കാളി ഇതുപോലെ മുറിച്ചത്. അടുത്തതായി നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏകദേശം 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു സവോള മുറിച്ചതും ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗരം മസാലയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് അല്പം വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഏകദേശം 1 പിടി മല്ലിയിലയും പുതിനയിലയുമാണ് അതിനാവശ്യമുള്ളത്. ഈ രൂപത്തിൽ മുറിച്ച് വയ്ക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. ഏകദേശം ഒരു 3 സ്പൂൺ തൈര് ഇതിനാവശ്യമാണ്. അത്യാവശ്യം കട്ടിയുള്ള യോഗട്ടോ കർഡോ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കട്ടി ഉണ്ടാവണം. ഇനി നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഒഴിച്ച് നമ്മുടെ സവോള നൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളേനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാഷ്നട്ട് കിസ്മിസൊക്കെ അതിൻ്റെ ബിരിയാണിയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിങ്ങനെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഈ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ നൈസായിട്ട് വേണം ഇത് അരിയാനായിട്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഉള്ളി നമ്മൾ ഇതുപോലെ അപ്പോൾ ഫ്രൈ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മിച്ചമുള്ള എണ്ണയിലേക്ക് കിസ്മിസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണ്ട കിസ്മിസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. സ്പൈസസ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയുമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കുക രണ്ടും കൂടി. അതിലേക്ക് ഇനി മൂന്നാമതായി നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സവോള വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിരിക്കും, ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കും. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. നമുക്കൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
നമ്മുടെ സവോള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ വഴറ്റി വരണം. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കാണിക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യത്തില്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേനും മുളക് പൊടി ആഡ് ചെയ്യത്തില്ല. മുളക് പൊടി ആഡ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയാണ് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യത്തില്ല. പിന്നെ പ്രധാനമായിട്ടും ഗരം മസാല, ഏകദേശം ഒരു 1/2 സ്പൂൺ ഗരം മസാല എങ്കിലും വേണം. പിന്നെ മുളക് പൊടിക്ക് പകരം നമ്മളിവിടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ്. ഗരം മസാല പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് ഒത്തിരി മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് അവരവരുടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത ശേഷം നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി അലിഞ്ഞ് ഇതിലേക്ക് ചേരുന്നവരെ നമ്മൾ ഇളക്കി വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വേവിച്ച് ഉടഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലെ ആ വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അധികം വെള്ളം ആവരുത്. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി. ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഗ്രേവിയിൽ കിടന്ന് ബാക്കി ചിക്കനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കിടന്ന് ഒന്നുകൂടി വേകണം. ചിക്കൻ അപ്പോൾ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ഉള്ളിലേക്ക്, ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഒരു ലിഡ് ഉപയോഗിച്ച് മൂടി വയ്ക്കുക. ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. 5 മിനിറ്റോളം നമ്മൾ ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര്, കട്ടിയുള്ള തൈര് ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ തൈര് ഇളക്കി നമ്മൾ കൊടുത്തിട്ട് അവസാന സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഏകദേശം ഒരു ഇത്രയും പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് മതിയാവും. അതേപോലെ തന്നെ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ്, അതേപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നോക്കാം. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം ഇത് മൂടി വയ്ക്കാം. തീ ഓഫാക്കുക. ഇനി നമുക്ക് അരി എങ്ങനെ വേവിച്ചെടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് ബസ്മതി റൈസാണ്. ഇത് ഏകദേശം 1 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ദം ബിരിയാണി ആയതുകൊണ്ട് തന്നെ അരി വെള്ളത്തിൽ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സാധാരണ ചോറ് വയ്ക്കുന്ന പാത്രത്തിൽ, അതായത് ഞാൻ ഇതുപോലത്തെ ഒരു കലമാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് വെള്ളം അതിൽ വെച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഇതുപോലെ കച്ചോലം, പിന്നെ കുറച്ച് ഏലക്ക, ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ബിരിയാണിയിൽ ചേർക്കുന്ന ഒരു പ്രത്യേകതരം ജീരകമാണ്. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണോ എന്നറിയില്ല. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഇത് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു റിഫൈൻഡ്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു പാതി നാരങ്ങയും കൂടെ ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞ് ചേർക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. നമുക്ക് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഉപ്പിൻ്റെ അളവ് മനസ്സിലാവും. അതനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് വെയിറ്റ് ചെയ്യുക. ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ശ്രദ്ധിക്കണം. അരി ഒത്തിരി വെന്ത് പോകാനായിട്ട് പാടില്ല. ഏകദേശം ഒരു 80% വെന്താൽ മതിയാവും. പിന്നെ ബാക്കി ഒരു 20% നമ്മൾ ദമ്മിടുമ്പോൾ തന്നെ വേകുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ മൂടി വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി അപ്പോൾ വെന്തിട്ടുള്ളതെന്ന് നോക്കാം. ഏകദേശം ഇങ്ങനെ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്നിങ്ങനെ പൊടിച്ചു നോക്കുമ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഓടിയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പരുവം. ഒരു 80% വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴത്തേനും ബാക്കി വെന്തോളും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിനി സാധാ ചോറ് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മുടെ ചോറപ്പോൾ വാർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവമാണ്. കുഴപ്പമില്ല, കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ദമ്മിടുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലൊരു ബിരിയാണിയുടെ പാത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നെയ്യ് ആദ്യം ഒഴിക്കുക. ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു തിക്നെസ് ആയിരിക്കണം ഗ്രേവിക്ക്. വെള്ളം കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ഗ്രേവി മാത്രം, കഷ്ണം ഇടണമെന്നില്ല, ഗ്രേവി മാത്രം ഒരു ലെയർ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു ലെയർ ഗ്രേവി വെച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും. അല്പം മല്ലിയിലയും പുതിന ഇലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കിത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യാത്ത, അത് നല്ലതാണ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പീസ് വരുന്ന രീതിയിൽ വീണ്ടും നമുക്ക് ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ റൈസ് പിന്നെ ഗ്രേവി അതേപോലെ ഈ ഇലകൾ ഈ ഒരു ക്രമത്തിൽ നമ്മൾ ഓരോ ലെയറായിട്ട് നമ്മുടെ ചോറ് തീരുന്നത് വരെ ഇട്ട് കൊടുക്കുക. നമുക്ക് ലാസ്റ്റായിട്ട് ഈ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് എനിക്ക് ഈ കർഫ്യൂ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കാഷ്യൂനട്ടൊന്നും കിട്ടിയില്ല. കിസ്മിസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ലാസ്റ്റ് ലെയർ ആഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ടൈറ്റായിട്ട് ഒരു ഫോയിൽ പേപ്പർ പുറമേ ചുറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിന് മൂടിയുള്ളതാണെങ്കിൽ അതുകൂടെ വെച്ച്, ചിലർ മുകളിൽ കനലൊക്കെ ഇട്ട് കൊടുക്കും. അതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മൂടിയാലും മതി. മൂടിയ ശേഷം നന്നായി ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പാത്രം മൂടി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ, അതായത് ഏറ്റവും കുറച്ച് വെച്ചിട്ട്, ഇത്ര
കെട്ടുപോകുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ. ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ മൂടി അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് മൂടിയൊക്കെ നമുക്ക് ഇത് വെക്കാം. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും, അരി ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് കുറയ്ക്കണം ദമ്മിടുന്നതിൻ്റെ ടൈം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ നമുക്കിങ്ങനെ വയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏകദേശം ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഏകദേശം കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.